ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ബോർഡർ ഡിസൈനിങ് ആയിരുന്നു. 4 ബോർഡർ ഡിസൈനിങ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇതുപോലെ തന്നെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തേലും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് 4 ഫില്ലിംഗ് സ്റ്റിച്ചസ് ആണ്. അതും ഡിഫറെൻറ്റ് ഫില്ലിംഗ് സ്റ്റിച്ചസ് ആണ്. ഇതിനു മുമ്പ് ഞാൻ കാണിക്കാത്ത ഫില്ലിംഗ് സ്റ്റിച്ചസ് ആണ്, പുതിയതായിട്ടുള്ള ഫില്ലിംഗ് സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഫുൾ ലെങ്ത് ഇരുന്ന് വീഡിയോ കാണുക, എന്നാലാണ് മനസ്സിലാവുള്ളൂ എങ്ങനെയൊക്കെയാണ് തയ്ക്കേണ്ടതെന്ന്. ഇതിനകത്ത് 2-3 സ്റ്റിച്ചസ് ഒക്കെ റിക്വസ്റ്റഡ് ചോദിച്ചിരിക്കുന്ന സ്റ്റിച്ചസ് ആണ്. കുറേ പേര് യൂട്യൂബിൽ ചോദിച്ചിരിക്കുന്ന സ്റ്റിച്ചസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് 2-3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അവർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ 4 സ്റ്റിച്ചസും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണ ഈ 4 സ്റ്റിച്ചസ് ആണ് ഫ്ലാറ്റ് സ്റ്റിച്ച്, ഹെയർ ഇൻ ബോൺ, ലാഡർ സ്റ്റിച്ച്, ബ്രിക്ക് സ്റ്റിച്ച്, പിന്നെ എൻക്രോച്ചിങ് സാറ്റിൻ സ്റ്റിച്ച്. ഈ 4 സ്റ്റിച്ചാണ് നമ്മളിന്ന് കാണാൻ പോണത്. നമുക്ക് ആദ്യം തന്നെ ഫ്ലാറ്റ് സ്റ്റിച്ച് കാണാം. ഇതെല്ലാം ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് ആണ്. വളരെ ഭംഗിയാണ്. പക്ഷേ ഇത് തയ്ക്കുമ്പോൾ എപ്പോഴും 6 സ്ട്രാൻഡ്സ് എടുത്ത് തയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് എടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും പേൾ കോട്ടണിൽ തയ്ക്കുന്നേക്കാൾ. അപ്പോൾ ആദ്യം തന്നെ ഫ്ലാറ്റ് സ്റ്റിച്ച്, ഞാനൊരു ലീഫിൻ്റെ ഷേപ്പാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ടിപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല, അവിടുന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഒരു കർവ് വരച്ചിട്ടുണ്ട്. ഈ കർവ് വരച്ചാലാണ് നമുക്ക് ഈ ഫ്ലാറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. വരയ്ക്കണം, അത് നമുക്ക് വരച്ചാലാണ് തയ്ക്കാൻ പറ്റണേ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിലത്തെ കർവ്, ഇപ്പോൾ ഔട്ടറില്ല, ഉള്ളിലത്തെ വരച്ചിരിക്കുന്ന കർവിൻ്റെ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അവിടുന്ന് നമ്മൾ എടുത്തിട്ട് ഇപ്പുറത്തെ ഉള്ളിലത്തെ കർവിലോട്ടാണ് നമ്മൾ താത്തുന്നത്. ക്രോസ് ആയിട്ടാട്ടോ നമ്മൾ തയ്ക്കുന്നത്. പിന്നെ മേലത്തെ ഇവിടുത്തെ ഈ ഉള്ളിലത്തെ ഇതിന്ന് അപ്പുറത്തെ ഉള്ളിലത്തെ ഇതിലോട്ട് പോകുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് പോർഷൻ മാത്രം അങ്ങനെ തയ്ച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പുറത്തത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ തയ്ക്കുന്നത്. ഈ പുറത്തത്തെ ലൈനിൽ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഉള്ളിലത്തെ ലൈനിലാണ് നമ്മൾ താത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും പുറത്തത്തെ ലൈനിൻ്റെ അവിടെ നിന്ന് എടുക്കുക. പക്ഷെ ഉള്ളിലാണ് താത്തുന്നത്, ഉള്ളിലാണ്. അങ്ങനെയാണ് നമ്മൾ ക്രോസ് തയ്ച്ചാണ് ഫില്ല് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും, കുറച്ചും കൂടെ കട്ടിയുള്ളതുകൊണ്ട്. ഇതിപ്പോൾ പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കും. ഇങ്ങനെ ഉള്ളിലോട്ട് താത്തുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഉള്ളിലത്തെ കർവ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഔട്ടർ കർവിലോട്ട് പോകും. എന്നിട്ട് ഔട്ടർ കർവിൽ നിന്ന് ഉള്ളിലത്തെ കർവിലോട്ടാണ് നമ്മൾ താത്തുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് തന്നെ നമ്മൾ തയ്ച്ച് പോവുക. അപ്പോൾ നല്ലോണം ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ലീഫ് നമുക്ക് തയ്ക്കാൻ പറ്റും. ത്രെഡ് കുറച്ച് കൂടുതലെടുക്കും. ഫിഷ് ബോൺ തയ്ക്കുന്ന മാതിരി അത്ര എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചു തീർക്കാൻ പറ്റില്ല, കുറച്ചുകൂടെ സമയമെടുക്കും. ഇതുപോലെയാണ് നമ്മുടെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് ഉള്ള 6 സ്ട്രാൻഡ്സ് ഇട്ട് നല്ല തിക്കായിട്ട് ലീഫ് വരും. മാറിപ്പോവാതെ ഉള്ളിലോട്ട് തന്നെയാണ് കുത്തേണ്ടത്. പുറത്തുനിന്ന് ഉള്ളിലോട്ടാണ് കുത്തേണ്ടത്. അത് മാറിപ്പോകരുത്. ഞാനിപ്പോൾ എടുത്തപ്പം ഒന്ന് മാറിപ്പോയായിരുന്നു. അപ്പോൾ ഇതുവരെ ബാക്കി ഫുള്ള് നമുക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ലീഫ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഇട്ട് വെച്ച് തയ്ച്ചേക്കണ കാരണം അതിൻ്റെ ഒരു ഭംഗി വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സാരിയിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റിച്ചസ് എപ്പോഴും ഈ ലേസിയും അതല്ല സാറ്റിൻ സ്റ്റിച്ച്, ഫ്ലൈ സ്റ്റിച്ച്, പിന്നെ നമ്മൾ ഫിഷ് ബോണൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരേ സ്റ്റിച്ചസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിച്ചതൊന്നും മറന്നു പോകത്തുമില്ല, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് സ്റ്റിച്ച്. നമ്മൾ ഹെയർ ഇൻ ബോൺ ലാഡർ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഈ ഒരു ലീഫാണ് തയ്ക്കുന്നത്. ഈ ലീഫിന് ഞാനിവിടെ ലൈൻസ്, സ്ട്രൈപ്സ് വരച്ചിട്ടുണ്ട്. ഇത് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഈ ഹെയർ ഇൻ ബോൺ ലാഡർ സ്റ്റിച്ച് തയ്ക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യുന്നത്, സാധാ ഹെയർ ഇൻ ബോൺ ആണെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ തയ്ച്ച് പോരുക ചെയ്യുന്നത്. ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്. ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക് സ്റ്റിച്ച് ഈക്വൽ നമ്പർ ഓഫ് ബാക്ക് സ്റ്റിച്ച് ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈൻസ് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ബാക്ക് സ്റ്റിച്ച് രണ്ട് സൈഡിലും വരും. അങ്ങനെ വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ നോക്കിയിട്ട് തയ്ച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പോയിന്റിൽ നിന്ന് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പേൾ കോട്ടൺ ത്രെഡ് 2 സ്ട്രാൻഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ആങ്കർ ആണെങ്കിൽ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാൽ മതി, ആങ്കർ കോട്ടൺ ത്രെഡ് ആണെങ്കിൽ. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇതുപോലെ തയ്ക്കുക. ഇപ്പം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഫുള്ളും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ, നമ്മൾ ഇവിടെ ടോപ്പിലോട്ടാണ് പോകുന്നത്, ടിപ്പിൽ പോവുകയാണേ. ഏറ്റവും മേളിൽ പോയിട്ട് നമ്മൾ ഒരു പോയിന്റിൽ സ്റ്റിച്ചിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുത്തിയെടുക്കുകയാണ്. ഇനി നമ്മൾ തയ്ക്കുന്നത് ഈ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെയാണ് എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാക്ക് സ്റ്റിച്ച് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കുകയാണ്. ഇതിൻ്റെ താഴത്തേക്കൂടെ തുണിയായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല, ഇതിൻ്റെ താഴത്തേക്കൂടെ എടുക്കുകയാണ്. എടുത്തിട്ട് ഇത് മുഴുവൻ വലിക്കേണ്ട, അതിന് മുമ്പ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾക്ക് പാസ് ചെയ്യണം, ത്രെഡ് പാസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ ത്രെഡ് പാസ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഇതുപോലെ തന്നെ എടുക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്തിട്ട് ഇപ്പുറത്തെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യണം. ഇങ്ങനെ ലൂപ്പ് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇതിൻ്റെ ഇടയിലോട്ട് പോകുന്നു. അതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പാസ് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ത്രെഡ് താഴെ, നീഡിൽ മേളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ എൻ്റെ ഇങ്ങനെ പിണഞ്ഞ് ഇങ്ങനെ എസ് പോരെ, ഇങ്ങനെ ട്വിസ്റ്റഡ് എസ് ഇങ്ങനെ എഴുതത്തില്ലേ, ആ മാതിരിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതുപോലെ ഇത് കുഞ്ഞ് ലീഫായതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നവർ തോന്നുന്നുണ്ട്. 6 സ്ട്രാൻഡ്സ് ഒക്കെ ഇട്ട് തയ്ച്ച് നല്ലോണം ടൈറ്റായിട്ടിരിക്കും. ഇതിൻ്റെ വിഡ്ത്ത് കുറച്ചും കൂടെ വലുതാണെങ്കിൽ അതിൻ്റെ ആ പിണഞ്ഞ് വരുന്നത് വേറിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ അടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റിച്ച് അത്രയും കുഞ്ഞതായിട്ട് തയ്ച്ചിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ടൈറ്റ്ലി പാക്ക് ചെയ്ത് വന്നോളും. അപ്പം ഇങ്ങനെയാണ് ഹെയർ ഇൻ ബോൺ ലാഡർ സ്റ്റിച്ച്.
ഇനി നമുക്ക് ബ്രിക്ക് സ്റ്റിച്ച് കാണാം. അപ്പോൾ നമ്മൾ ഇനി ബ്രിക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിന് ഞാൻ പേൾ കോട്ടൺ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ ശരിക്കും നമ്മൾ ഇപ്പം നമ്മുടെ വീട് ഒക്കെ പണിയാൻ നേരത്ത് എങ്ങനെയാണ് ബ്രിക്ക് അടുക്കി വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റിച്ച്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശാരിമാർ പണിയണത് നമുക്ക് കാണാം. ഒരു ബ്രിക്ക് നീളത്തിൽ വെച്ചാൽ അതിൻ്റെ ഹാഫ് പോർഷനിൽ നിന്ന് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നത്തെ ഹാഫ് പോർഷനിൽ നിന്നായിരിക്കും അടുത്ത ബ്രിക്ക് മേളിൽ വെക്കുകയല്ല, അതിൻ്റെ ഇടവിട്ട് തെറ്റിച്ചാണ് വെക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചും നമ്മൾ തയ്ക്കുന്നത്. ഒരുമിച്ച് നേരെ അങ്ങ് തയ്ച്ച് പോവുകയല്ല. ഒരെണ്ണം കുഞ്ഞിതാണെങ്കിൽ ഒരെണ്ണം വലുതായിട്ടാണ് നമ്മൾ റെഗുലറായിട്ടല്ല നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ച് വലുത് കുഞ്ഞിതാണ് നമ്മൾ തയ്ച്ചത്, അടുത്തത് വലുത് തയ്ക്കും. അപ്പോൾ ഒരെണ്ണം കുഞ്ഞത് തയ്ച്ചു, ഇനി വലുത് ഇവിടം വരെ, ഇതിൻ്റെ നേരെ. ഇനി നമ്മൾ തയ്ക്കുന്നത് കുഞ്ഞതായിരിക്കും. അങ്ങനെ ഒന്നര ഇടവിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. കുഞ്ഞത്, ഇനി വലുത്. നമ്മൾ അടുത്ത ലെയറിലോട്ടാണ് പോണത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ നമ്മൾ എടുക്കുകയാണ്. ഇനി ഈ നമ്മൾ താത്തിയതിൻ്റെ സെയിം പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കണം. സെയിം പോയിന്റിൽ നിന്ന് ഇവിടം വരെ എടുക്കാമുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബ്രിക്ക് സ്റ്റിച്ച് വരുന്നത്. ബ്രിക്ക് സ്റ്റിച്ച് ആദ്യം തയ്ക്കുമ്പോൾ ഒരെണ്ണം വലുത്, ഒരെണ്ണം കുഞ്ഞത്, ഒരെണ്ണം വലുത്, കുഞ്ഞത്, അത് തന്നെ മേളിലോട്ടും കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇത് സ്പേസ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ പേൾ കോട്ടൺ ത്രെഡ് എടുത്തുകൊണ്ടാണ് ഈ സ്പേസ് ഫില്ലിങ് ശരിക്കും നടക്കാത്തത്. ആങ്കർ കോട്ടൺ ത്രെഡ് 6 സ്ട്രാൻഡ്സ് എടുക്കുകയാണെങ്കിൽ നല്ലോണം അതങ്ങ് വിരിഞ്ഞിരിക്കുന്ന കാരണം, ത്രെഡ്സ് നല്ല എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന കാരണം ഈ വിടവൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിലോട്ട് പോവാം. എൻക്രോച്ചിങ് സാറ്റൻ സ്റ്റിച്ച്.
ഇനി നമ്മൾ തയ്ക്കാൻ പോണത് എൻക്രോച്ചിങ് സാറ്റിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് തയ്ക്കാനായിട്ട് നമുക്ക് വരുന്നത് ഇതുപോലെ ലൈൻസ് വരയ്ക്കണം. സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ തന്നെയാണ്, ഒരു ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് കാണിച്ചു തരാം. ലെയർ ആയിട്ട് ഇപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് ആണെങ്കിൽ ഫുൾ ലീഫും കൂടെ ഒരുമിച്ച് അങ്ങ് നമ്മൾ തയ്ക്കുമായിരിക്കും. ഇവിടെ താത്തുന്നു, പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സാധാ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഈ ഫുൾ ഇതല്ല തയ്ക്കുന്നത്, ഈ ലൈൻസ് എവിടം വരെ ലൈൻ വരച്ചേക്കണേ, ഫസ്റ്റ് ലൈൻ വരച്ചേക്കണേ അവിടം വരെ നമ്മൾ തയ്ക്കുകയാണ്. അപ്പോൾ അടുപ്പിച്ച് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി തന്നെ അടുപ്പിച്ച് നമ്മൾ തയ്ച്ച് ഫില്ല് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ താഴത്തെ ആ ഒരു തട്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് ഇനി മേലിൽ നിന്നാണ് തയ്ക്കുന്നത്. മേലിൽ നിന്ന് തയ്ക്കുമ്പോൾ ആകെ ഒരു ഡിഫറൻസ് ഉള്ളത്, സാറ്റിൻ സ്റ്റിച്ച് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് തയ്ച്ചു പോകേണ്ടത്. ഇതിന് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സ്റ്റിച്ചിൻ്റെയും ഇടയിലോട്ടാണ് താത്തേണ്ടത്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ളത്. ഇടയിൽ ഇത് ഇവിടെ മേളിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കണം. എന്നിട്ട് ഈ 2 സ്റ്റിച്ചിൻ്റെയും ഇടയിൽ വേണം കുത്തി താത്താൻ. ചിലപ്പോൾ ഈ ഇടയിൽ 2 വട്ടം താത്തേണ്ടതൊക്കെ വരും. എന്ന് വെച്ചാൽ മേളിൽ വണ്ണം കൂടി വന്നായിരുന്നു കുറച്ചധികം വട്ടം എടുക്കണമല്ലോ ഫില്ലാവണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചെയ്യേണ്ട വരും. സെയിം വണ്ണത്തിൽ തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ പെറ്റലിന് സെയിം സൈസാണ്, ടോപ്പിലും ബോട്ടത്തിലും സെയിം സൈസാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം വരത്തില്ല. അല്ലെങ്കിൽ ഇതേ ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ഇവിടെ 2 വട്ടം നമുക്ക് താത്തേണ്ട വരും ഈ സെയിം പോയിന്റിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ലെയറും സാറ്റിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ നേരത്തെ തയ്ച്ചിരിക്കുന്ന സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൂടെ താത്തി തയ്ച്ചു വെച്ചിരിക്കുന്ന ഒരു ലീഫാണിത്. തയ്ച്ചു കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഇരിക്കും, പിണഞ്ഞ് ഇരിക്കും. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ 4 സ്റ്റിച്ചും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.